കർക്കിടകത്തിലെ ആദ്യം വ്യാധിയും അകറ്റാൻ ഉത്തര മലബാറിലെ വീടുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് ആടിവേടൻ. കർക്കിടക സംക്രമം മുതൽ 16-ാം നാൾ വരെ നീണ്ടുനിൽക്കുന്ന പരമ്പരാഗത അനുഷ്ഠാനം കൂടിയാണ് ഇത്. ഈ വർഷം പട്ടുവം മംഗലശ്ശേരിയിൽ 1-ാം ക്ലാസ്സുകാരായ അമർചന്ദ് കൃഷ്ണയും ആത്മിക വിവേകും അതിഥി സ്വാദിഷുമാണ് ആടിയും വേടനും കെട്ടിയാടിയത്. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ഒറ്റച്ചെണ്ടയുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് ഈ കുഞ്ഞു തെയ്യക്കോലം ആദിവ്യാധികളെ ആട്ടിയകറ്റുന്നുവെന്നാണ് സങ്കല്പം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആചാരാനുഷ്ഠാനങ്ങളിലെ പരമമായ സാന്നിധ്യമാണ് ആടിയും വേടനും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശുപതാസ്ത്രത്തിന് വേണ്ടിയിട്ട് അർജുനൻ തപസ് ചെയ്യുകയും ആ തപസ് പരീക്ഷിക്കാൻ വേണ്ടി ശിവൻ കാട്ടാള വേഷം ധരിച്ചിട്ട് അവിടെ പോകും. പിന്നെ അർജുനനെ പരീക്ഷിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ചെല്ലുന്നത്. അപ്പോൾ അതിലെന്താണെന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ ഇയാൾ പറയും, എത്ര നല്ല ദൈവങ്ങൾ വേറെയുണ്ട്, എന്തിനാ ഈ ഒന്നിനു കൊള്ളാത്ത ശിവനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പം അർജുനൻ്റെ ദേഷ്യം വരും. അപ്പോൾ ശിവനെ പ്രധാനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് അർജുനൻ. അപ്പോൾ അതുകൊണ്ട് അർജുനനും ഈ കാട്ടാളനുമായിട്ട് വാക്കുവാദാവുന്നു. അവസാനം രണ്ടാളും കൂടെ യുദ്ധത്തിലാകുന്നു. അപ്പോൾ ഓരോ അമ്പെയ്യുന്ന സമയത്തും ആ അമ്പെല്ലാം പുഷ്പമായിട്ട് വേടൻ്റെ കാലിൽ പോയി പോകുന്നു. അപ്പോൾ അർജുനന് സംശയം, ഇത് ശിവനാണോ സംശയം. അങ്ങനെ രണ്ടാളും കൂടെ അടിക്കുന്ന സമയത്ത് ചന്ദ്രകല കാണും, ശിവനെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ശിവനാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് കാലിന് വീണിട്ട് സാക്ഷാംഗം പോകുന്ന സമയത്ത് ശിവൻ ആഗ്രഹിച്ച പാശുപതാസ്ത്രം കൊടുത്തിട്ട് അനുഗ്രഹിച്ചു വിടും. പാശുപതാസ്ത്രത്തിനായി തപസ്സു ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ വേടന്റെ വേഷത്തിലെത്തിയെന്നതുമായി ബന്ധപ്പെട്ടാണ് വേടന്റെ ഐതിഹ്യം. പാർവതീ സങ്കല്പത്തിലുള്ള ആടിത്തെയ്യം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലുള്ളവരും പരമശിവസങ്കല്പത്തിലുള്ള വേടൻ തെയ്യം കെട്ടിയാടുന്നത് മലയൻ സമുദായത്തിലുള്ളവരുമാണ്. വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് തെളിയിച്ച് വരവേൽക്കും. തുടർന്ന് തോറ്റം പാടിയതിനുശേഷം കരിക്കട്ട ഒഴിഞ്ഞ ഗുരുശിവെള്ളം തെക്കോട്ടൊഴിക്കുന്നതോടെ ആദിവ്യാധികൾ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞുപോകുമെന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.